തോളത്തിട്ട പാമ്പിനെ പോലെയായി കോൺഗ്രസുകാർക്ക്. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിടണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടാകും. ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കാമെന്ന് കരുതി കൂടെ കൂട്ടിയതാണ് അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 3-ാം തീയതി നടക്കാനുള്ള സാധ്യതകൾ പുറത്തു വരുന്നതിനിടെ അൻവർ ആകെ ഇടഞ്ഞ മട്ടാണ്. പിണറായിയോടുള്ള അരിശം തീർക്കാൻ വേണ്ടി കോൺഗ്രസിലേക്ക് ചാഞ്ഞു നിന്നെങ്കിലും അൻവറിന് സഹജ സ്വഭാവങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. കൃത്യസമയത്ത് തന്നെ പതിയിരുന്ന അൻവർ കളി തുടങ്ങി. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന അഭ്യൂഹങ്ങൾ പരന്നപ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് ശക്തരായ എതിരാളികളെ തന്നെ നിർത്തി നിലമ്പൂർ പിടിച്ചെടുക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു. എന്നാൽ ആ സമയം നോക്കി തന്നെ അൻവർ തന്റെ നിബന്ധനകളും വിലപേശലുകളുമായി രംഗത്തു വന്നു എന്ന് വേണം പറയാൻ. തന്റെ UDF-ലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്നും അത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വേണമെന്നുമായിരുന്നു അൻവറിന്റെ ആദ്യ ആവശ്യം. എന്നാൽ ഇതിനൊക്കെ മുൻപ് തന്നെ UDF-ലേക്കുള്ള ചായ്വിനിടെ സൂചനകൾ നൽകിയപ്പോൾ തന്നെ തനിക്ക് പകരം നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കരുതെന്നും പകരം ജോയി തന്നെ ആയിരിക്കണമെന്നുമുള്ള ഒരു ആവശ്യം അൻവർ മുന്നോട്ട് വച്ചിരുന്നു. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അൻവറിനെ സ്വീകരിച്ചതെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന് നിലമ്പൂർ പിടിച്ചെടുക്കുന്നത് അഭിമാനത്തിന്റെ വിഷയമായതുകൊണ്ട് തന്നെ എത്രയും കരുത്തനായ ഒരാളെ തന്നെ നിർത്താൻ കഴിയുമോ അതുതന്നെ നിലമ്പൂരിൽ നടത്തണമെന്നതാണ് പക്ഷം. ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതും UDF-ൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണ എല്ലാ പ്രാവശ്യവും നിലമ്പൂരിൽ LDF സ്വതന്ത്രനെ നിർത്തി പരീക്ഷിച്ച് വിജയിക്കാറാണ് പതിവ്. ഇക്കുറിയും അതിന് മാറ്റമില്ലെന്ന പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി അതിനെതിരെ ശക്തനായ ഒരാളെ തന്നെ ആയിരിക്കണം UDF-ലും ഉണ്ടാകേണ്ടത് എന്ന നേതൃത്വത്തിന് ഉറപ്പാണ്. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന തരത്തിൽ കോൺഗ്രസിൽ ചർച്ചകൾ മുറുകിയപ്പോൾ അൻവർ അത് പറ്റില്ല എന്നും ജോയി തന്നെ വേണമെന്നുമുള്ള ശക്തമായ പിടിവാശിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അൻവറിനെ പിണക്കുന്നത് ഒരിക്കലും കോൺഗ്രസിന് അനുചിതമാവില്ല. എന്നാൽ ആര്യാടൻ ഷൗക്കത്തും ജോയിയും ഒരേപോലെ സ്ഥാനാർത്ഥി എന്ന വാശിയിലുമാണ്. രണ്ടാളും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നീണ്ട ചർച്ചകളാണ് ഇരുവരുമായും നടത്തിയത്. അൻവറിനെ ഇടതുപക്ഷം ഭയക്കുമെന്നായിരുന്നു അൻവറിന്റെ പോർവിളി. എന്നാൽ അൻവർ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അടഞ്ഞ ഒരു അധ്യായം മാത്രമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിലും തമ്മിൽ തല്ലുണ്ടാക്കുന്ന അൻവറിനെ ഇടതുപക്ഷം പൂർണ്ണമായും തള്ളി. എന്നാൽ ഇപ്പോൾ മറ്റൊരു വെല്ലുവിളിയുമായിട്ടാണ് അൻവർ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ താൻ നിശബ്ദമായി തുടരുമെന്നും അതിനുശേഷം മാത്രമായിരിക്കും ഇനി സംസാരിക്കുക എന്നുമാണ് അൻവറിന്റെ പുതിയ ഫേസ്ബുക്ക് പരാമർശം. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അൻവറിനെ സ്വീകാര്യനായ ജോയി അല്ല UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പരിഗണിക്കുന്നതെങ്കിൽ അൻവറിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും പോർവിളിയും ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണ് ഈ നിശബ്ദതയ്ക്ക് പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. അല്ലെങ്കിൽ തന്നെ തമ്മിൽ തള്ളിന്റെ പേരിൽ വളരെ കീർത്തി കേട്ടതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അതിനിടയിലേക്ക് പിടിച്ചിട്ട 3-ാം കക്ഷിയും ഇപ്പോൾ കുളം കലക്കി മീൻ പിടിക്കാൻ ഒരുമ്പെട്ടിറങ്ങുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ് കോൺഗ്രസുകാർ. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ട അഴിമതി കേസ് കൂടി ശക്തമായി മുന്നോട്ട് വരുന്നത്. കോൺഗ്രസിന്റെ തല മുതൽ വാല് വരെ തീ പിടിച്ച അവസ്ഥയിലാണ്. എന്തു തന്നെയായാലും അൻവറിന്റെ നിശബ്ദത വരാൻ പോകുന്ന കൊടുങ്കാറ്റിനും പേമാരിക്കും മുന്നേയുള്ള ശാന്തത മാത്രമാണ്. തുറന്ന വാക്കോരനും യുദ്ധത്തിനും വഴിതെളിക്കുന്ന അൻവർ കോൺഗ്രസ് യുദ്ധകളത്തിനാണ് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് ഇനി വഴിമാറാൻ പോകുന്നത്.